ഹലോ, വെൽക്കം ബാക്ക് ടു ജിഞ്ചർ ഹബ്. ഇന്നത്തെ റെസിപ്പി വളരെയധികം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടൊമാറ്റോ കറിയാണ്. ഫസ്റ്റ് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. അതിനുശേഷം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകോ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകോ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞത് ആഡ് ചെയ്ത ശേഷം ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. പൊടികളൊക്കെ ആഡ് ചെയ്ത ശേഷം എൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടൊമാറ്റോയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി കുക്കായിട്ടുള്ള ഈ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ടൊമാറ്റോ കറിക്ക് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് പോർഷൻ കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഗ്രൈൻഡ് ചെയ്ത മിക്സ്ചറിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇപ്പോൾ ഈ ടൊമാറ്റോ കറിക്ക് നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയോ കരിവേപ്പിലയോ ആഡ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കും. ഇതാ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത തവണ നിങ്ങൾ ടൊമാറ്റോ കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.